ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. കോഴിക്കോട് പന്നിക്കരയിൽ വൻ തീപിടുത്തം. വർക്ക്ഷോപ്പ്, ഫോട്ടോ ഫ്രെയിം കട തുടങ്ങിയവയ്ക്കാണ് തീ പിടിച്ചത്. കോഴിക്കോടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. റിയാസ് KMR ഉണ്ട് അവിടെ. അല്പസമയത്തിനുള്ളിൽ റിയാസ് KMR കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുമെന്നുള്ളതാണ്. വൻ തീപിടുത്തമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വർക്ക്ഷോപ്പ്, ഫോട്ടോ ഫ്രെയിം കട തുടങ്ങിയവയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. പന്നിയങ്കരയിലാണ്. പന്നിയങ്കര ഏറെ തിരക്കുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഗതാഗതം അത്രത്തോളം വലിയ രീതിയിൽ തിരക്കുള്ള ഗതാഗതം നടക്കുന്നൊരു ഏരിയയാണ് ഈ പന്നിയങ്കര ഏരിയ എന്നുള്ളത്. റെയിൽവേ സ്റ്റേഷന് സമീപമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമാണ്. കോഴിക്കോട് കല്ലായിലേക്ക് കടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. തൃശ്ശൂരിലേക്കൊക്കെ പണ്ട് ആ വഴിയായിരുന്നു, പണ്ട് ആ റൂട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ബൈപ്പാസ് വന്നതുകൊണ്ട് ആ റൂട്ടിൽ തിരക്ക് കുറഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ അത് രാമനാട്ടുകരയിലേക്ക്, ഏറ്റവും പ്രധാനമായി രാമനാട്ടുകരയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വഴി കൂടിയാണ് ഈ പന്നിയങ്കര മേഖല എന്നുള്ളത്. ദൃശ്യങ്ങളൊന്ന് കാണാം. അതിഭയങ്കര തീപിടുത്തമാണ്. റിയാസ് KMR ഉണ്ട് അവിടെ നിന്നും. റിയാസ്, എന്താണ് സംഭവിച്ചത്? ഈ പന്നിയങ്കര പാലത്തിന്റെ സമീപമാണെന്ന് തോന്നുന്നു ആ ദൃശ്യം കണ്ടിട്ട്. എന്താണ് വിവരങ്ങൾ? കോഴിക്കോട് പന്നിയങ്കര മേൽപ്പാലത്തിന് സമീപത്ത് ഈ കോഴിക്കോട് ബീച്ചിലേക്ക് പോകുന്ന വഴിയുണ്ട്, ചക്കുംകടവ് ഭാഗത്തേക്ക് പോകുന്ന വഴി. ആ ഇറക്കത്തിലുള്ള ഒരു വർക്ക്ഷോപ്പിനും ഒപ്പം തന്നെ ഫോട്ടോ ഫ്രെയിം കടയ്ക്കുമാണ് തീ പിടിച്ചത്. ഫോട്ടോ ഫ്രെയിം കടയ്ക്ക് തീ പിടിച്ചതോടുകൂടിയാണ് അത് വലിയ തീപിടുത്തമായി പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാരണം അവിടെ നമുക്കറിയാം, സാധാരണ ഈ ഫ്ലക്സ് ബോർഡുകൾ, മറ്റ് ഫോട്ടോ ഫ്രെയിമുകൾ, മറ്റ് വർക്കുകൾ എളുപ്പം അഗ്നിക്കിരയാവുന്ന സാധനങ്ങളെല്ലാം തന്നെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് പടരുന്ന ഒരു സാഹചര്യമാണ്. തൊട്ടടുത്താണ് മീഞ്ചന്ത അഗ്നിരക്ഷാ നിലയം എന്ന് പറയുന്നത്. അവിടെ നിന്നും തുടക്കത്തിൽ 3 യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തി. പിന്നീട് രണ്ടാമതും അവിടെ നിന്ന് വെള്ളം നിറച്ച് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഗ്നിരക്ഷാ യൂണിറ്റിന്റെ ഈ 3 യൂണിറ്റിന് പുറമെ അവിടെ നിന്ന് ജീപ്പ് സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ തീ ഏകദേശം ഒന്ന് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 8:45 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഏകദേശം 1 മണിക്കൂർ വേണ്ടി വന്നു തീ ഒരു നിയന്ത്രണ വിധേയമാക്കാൻ. എങ്കിൽ കൂടി തീ പൂർണ്ണമായും നശിച്ചിട്ടില്ല. ഇത് വലിയ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. കൃത്യമായി കാരണം വ്യക്തമല്ല. വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്, ലക്ഷങ്ങളുടെ നഷ്ടമാണ്. എന്തായാലും ആർക്കും പരിക്കോ മറ്റു കാര്യങ്ങളോ ഇല്ല, ആളപായമൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. എങ്കിൽ കൂടിയും ചില മനുഷ്യർക്കൊക്കെ ഉപജീവനമായിരുന്ന 2 സ്ഥാപനങ്ങളാണ് പൂർണ്ണമായും അഗ്നിക്കിരയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർക്ക്ഷോപ്പും ഒപ്പം തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം കടയും കോഴിക്കോട് പന്നിയങ്കര മേൽപ്പാലത്തിന് സമീപമുള്ള ചക്കിൻകടവിലേക്ക് പോകുന്ന ആ ഇറങ്ങുന്ന ഭാഗത്തുള്ള കടകളാണ് കത്തിനശിച്ചത്. റിയാസ്, തീ നിയന്ത്രണ വിധേയമായോ? നിലവിൽ വലിയ പരിശ്രമമാണ് ഈ അഗ്നിരക്ഷാ സേന തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി എടുത്തത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്താണ് മീഞ്ചന്ത അഗ്നിരക്ഷാ നിലയം. അവിടെ നിന്നും തുടക്കത്തിൽ 3 യൂണിറ്റ് അഗ്നിരക്ഷാ സേന യൂണിറ്റ് അടക്കം വന്നിട്ടും തുടക്കത്തിൽ അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിരുന്നതല്ല. നാട്ടുകാരൊക്കെ വലിയ സഹായത്തോടുകൂടി അവിടെ ഈ നിയന്ത്രണ വിധേയമാക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പന്നിയങ്കര പോലീസ് സ്റ്റേഷനും. അവിടെ നിന്നുള്ള പോലീസ് സംവിധാനം ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ഫയർഫോഴ്സിനൊപ്പം തന്നെ നിന്നുകൊണ്ട് അത് വലിയ രീതിയിലാണ് ഈ തീ ആടിപ്പടരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഇപ്പോൾ ഒരു നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായും തീ അണച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പരിശ്രമം കൂടി തുടരുകയാണ്. നിലവിൽ ഇപ്പോൾ വലിയ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്, ആ തീ പടരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വലിയ തോതിൽ കത്തിപ്പടർന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പന്നിയങ്കര ഭാഗത്ത് ആടിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനുള്ള അഗ്നിരക്ഷാ സേന ഒരു നിയന്ത്രണ വിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. റിയാസ്, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആ മേഖല എനിക്ക് പരിചയമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. കാരണം ആ മേൽപ്പാലത്ത് നിന്ന് 3ആയിട്ട് തിരിയുന്ന വഴിയാണ്. ഒന്ന് ആ ബീച്ച് ഭാഗത്തേക്ക് പോകുന്ന വഴി, പിന്നൊന്ന് രാമനാട്ടുകരയിലേക്ക് പോകുന്ന വഴി. മർമ്മപ്രധാനമായ വഴിയാണ്. തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ, വലിയ ദൂരമില്ലാതെ മീഞ്ചന്ത ഫയർ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു സമയത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. തൊട്ടടുത്ത് പാളമുണ്ട്, റോഡുണ്ട്. ഈ ഗതാഗതമൊക്കെ ആ സമയത്ത് തടസ്സപ്പെട്ടോ? അതൊക്കെ ഗതാഗതം തടസ്സപ്പെട്ടത് വീണ്ടും ഓടിത്തുടങ്ങിയോ? എന്തൊക്കെയാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടിയെന്ന്?
നിലവിൽ ഇത് കോഴിക്കോട് നിന്ന് രാമനാട്ടുകരയിലേക്ക് പോകുന്ന പാതയിലല്ല എന്നുള്ളതാണ് വലിയൊരു ആശ്വാസം. കാരണം ആ ഒരു പാതയോട് ചേർന്നായിരുന്നെങ്കിൽ വലിയ ഗതാഗത തടസ്സം അനുഭവപ്പെടുമായിരുന്നു. പക്ഷേ ഇത് കോഴിക്കോട്, അതായത് ഈ മേൽപ്പാലത്തിൽ നിന്നും, പന്നിയങ്കര മേൽപ്പാലം അറിയുന്നവർക്കറിയാം, കോഴിക്കോട് നഗരത്തിൽ നിന്ന് വന്നും അല്ലെങ്കിൽ ഈ നേരെ മറിച്ച് ബേപ്പൂർ ഭാഗത്തു നിന്നോ രാമനാട്ടുകര ഭാഗത്തു നിന്നോ കോഴിക്കോട് നഗരത്തിൽ വരുന്നവർക്കും കോഴിക്കോട് ബീച്ചിലേക്ക് വരുന്നവർക്കും എളുപ്പത്തിൽ നഗരത്തിരക്കിൽ പെടാതെ ബീച്ചിലേക്ക് എത്താനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ ചക്കുംകടവ് പ്രദേശത്തോടുകൂടി ബീച്ചിലേക്ക് പോകുക എന്നുള്ളത്. അങ്ങനെ ഈ ആളുകൾ നിരന്തരമായി ബീച്ചിലേക്ക് സന്ദർശിക്കുന്ന ഒരു ഭാഗത്തിനോട് ചേർന്നാണ്. അതുകൊണ്ട് ആ ചക്കുംകടവ് ഭാഗത്തേക്കുള്ള റോഡിൽ, പയ്യാനക്കൽ റോഡിലൊക്കെ മാത്രമാണ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പ്രധാന പാതയായിട്ടുള്ള രാമനാട്ടുകര പാതയിലേക്ക് വലിയ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. പക്ഷേ അതിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ റെയിൽ പാളം അടക്കമുള്ള കാര്യങ്ങൾ അതിന് തൊട്ടടുത്തുണ്ട്. അതിന്റെ അത് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു വ്യക്തത വരണമായിരുന്നു റിയാസ്, അതുകൊണ്ടാണ് അത് ചോദിച്ചത്. എന്തായാലും നന്ദി. ഈ ഒരു സമയം എന്തായാലും പെട്ടെന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ നമ്മളിലേക്ക് പെട്ടെന്ന് റിയാസ് കെ.മാർ എത്തിച്ചതിൽ ഗതാഗത തടസ്സമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊക്കെ പരിഹരിച്ച് തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു. വലിയൊരു തീപിടുത്തമാണ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. വർക്ക്ഷോപ്പ്, ഫോട്ടോ ഫ്രെയിം കടകൾക്കാണ് തീ പിടിച്ചത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് തൊട്ടടുത്തുള്ള മീഞ്ചന്ത ഫയർ സ്റ്റേഷനിൽ നിന്നെത്തി പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തനങ്ങളിലേക്ക്, രക്ഷാപ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കുകയായിരുന്നു. ആളപായമൊന്നും ഇല്ല എന്ന് തന്നെയാണ് റിയാസ് കെ.മാറും വ്യക്തമാക്കുന്നത്. പക്ഷേ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് 3 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണച്ച് വീണ്ടും ടാങ്ക് ഫില്ല് ചെയ്ത് വന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഗതാഗതമൊക്കെ പുനഃസ്ഥാപിച്ചു എന്നും കൂടി മനസ്സിലാക്കുന്നു.